നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിഷു ആഗതമായിരിക്കുകയാണ്. വിഷു സംക്രമ ഫലത്തെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. എന്നിരുന്നാലും വിഷുവിന്റെ നക്ഷത്ര ഫലത്തെ നമുക്ക് പറയാൻ ബാക്കിയുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ സമ്പൂർണ്ണ വിഷു നക്ഷത്ര ഫലത്തെയാണ് പറയുന്നത്. സംക്രമ ഫലത്തെ നിങ്ങൾ ഏവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതൊരു പ്രത്യേക രീതിയിലുള്ള ഫലപ്രവചനമാണ്. വിഷു ദിവസത്തെ ആ സംക്രമ സമയത്തെ രീതികൾ അനുസരിച്ചുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് വിഷു സംക്രമത്തോടനുബന്ധിച്ചുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി മൂലമുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ്. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം ഫലങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ചെറിയ 12 വീഡിയോകളിലായിട്ട് നമുക്കത് പറഞ്ഞു പോകാം. വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കാണുക. ഇപ്പോൾ നമുക്ക് തുലാക്കൂറുകാരുടെ സമ്പൂർണ്ണ വിഷുഫലത്തെ നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്രയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് കേസ് വഴക്കുകളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുന്നതാണ്. അത് സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും. ആഗ്രഹിച്ച പ്രകാരമുള്ള വാഹനം വാങ്ങാനും വിവാഹം നടത്താനും ഭവന നിർമ്മാണത്തിനും എല്ലാം അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദേശത്ത് തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കൂടാതെ ഉപരിപഠനത്തിന് വിദേശത്ത് പോകാനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. പരീക്ഷകളിൽ ഉന്നത വിജയം തുലാക്കൂറുകാർക്ക് ഈ ഒരു വർഷം ഉണ്ടാകുന്നതാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. വിവാഹ സാധ്യത കൂടിയ സമയമാണ്. കൂടാതെ സന്താന ഭാഗ്യം വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഫലവത്താക്കുന്നതാണ്. ഭൂമി, കെട്ടിടം, വാഹനം എന്നിവ വിൽക്കാനും വാങ്ങാനും ഭവന നിർമ്മാണത്തിനും അനുയോജ്യമായിട്ടുള്ള കാലമാണ്. പുതിയ വീട്ടിൽ ഗ്രഹോപകരണങ്ങൾ വാങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വീട് മോടി പിടിപ്പിക്കാനുള്ള സാഹചര്യങ്ങളും വന്നുചേരുന്നതാണ്. വളരെ കാലമായി ചികിത്സയിലിരുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് രോഗശമനം ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ രോഗമുക്തിക്കും സാധ്യതയുണ്ട്. കോടതി ചെലവുകൾ, അദാലത്തുകൾ എന്നിവ വഴി കേസുകൾ തീർപ്പാകുന്നതാണ്. വിവിധങ്ങളായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഇക്കാലത്ത് ലഭിക്കുന്നതാണ്. ഉദ്യോഗ കാര്യത്തിൽ പ്രൊമോഷൻ കിട്ടാനുള്ള സാഹചര്യവും കൂടുതലായിട്ടുണ്ട്. അവിചാരിതമായിട്ട് ആഗ്രഹിച്ച സ്ഥലത്തേക്കൊക്കെ സ്ഥലം മാറ്റം, പ്രൊമോഷൻ എന്നിവ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്നതാണ്. തടഞ്ഞു വെച്ചിട്ടുള്ള അലവൻസ്, ശമ്പള കുടിശ്ശിക, ലീവ് സറണ്ടർ എന്നിവ മൂലം സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ്. തുലാക്കൂറുകാർ ദോഷശാന്തിക്കായി സർപ്പങ്ങൾക്ക് വഴിപാട് ചെയ്യുക, നൂറും പാലും, അഭിഷേകം, പാട്ട് എന്നിവ ചെയ്യുക. കൂടാതെ നരസിംഹസ്വാമിക്ക് പാനകം വഴിപാടായി നടത്തുക. ഇതൊക്കെ ദോഷങ്ങളെ ഇല്ലാതാക്കി ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ വിശേഷ വിഷുഫലത്തെ പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന ചിത്ര നക്ഷത്രക്കാർക്ക് സർക്കാർ സംബന്ധമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വിവിധ മേഖലകളിൽ തൊഴിൽ, പ്രശംസകൾ എന്നിവയൊക്കെ ലഭിക്കാം. കൂടാതെ ധനനേട്ടം, കുടുംബസൗഖ്യം, ജീവിത പുരോഗതി, കൃഷി, പക്ഷി, മൃഗപരിപാലനം ഇവയ്ക്ക് സാധ്യതയുള്ള സമയമാണ്. കൂടാതെ ഉദരരോഗം, ആർത്തവ സംബന്ധമായിട്ടുള്ള ക്രമക്കേടുകൾ, വിഷഭയം എന്നിവയും അലട്ടിയേക്കാം. ഇനി നമുക്ക് ചോതി നക്ഷത്രക്കാരുടെ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. പൊതുവെ ചോതി നക്ഷത്രക്കാർക്ക് ജീവിത നിലവാരം വർദ്ധിക്കുന്നതാണ്. എങ്കിലും അമിതമായിട്ടുള്ള ചിലവുണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ആത്മാർത്ഥതയും നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവും നിലനിർത്തി മുന്നോട്ട് പോയാൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഈശ്വര ചിന്തനത്തിലൂടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുക. പ്രശസ്തി, ആരോഗ്യം, ഭാഗ്യാനുഭവങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ യോഗം, ബിസിനസ്സിൽ വിജയം, വിനോദകാര്യങ്ങളിൽ താല്പര്യക്കൂടുതൽ, ശത്രുനാശം, ജീവിത പുരോഗതി, കീർത്തിവർദ്ധന എന്നിവയും ലഭിക്കുന്നതാണ്. കൂടാതെ കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. പിതാവിനും ഗുണകരമായിട്ടുള്ള കാലമാണ്. പുതിയ സൗഹൃദങ്ങൾക്ക് യോജിപ്പുണ്ടാകുന്നതാണ്. ഇനി നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലത്തെ നോക്കാം. വിശാഖ നക്ഷത്രം തുലാക്കൂറുകാരെ സംബന്ധിച്ച് അർഹിക്കുന്ന കർമ്മഗുണം, ധനനേട്ടം, കടബാധ്യതകൾ തീർക്കൽ ഇവയ്ക്കൊക്കെ സാഹചര്യം ഉണ്ടാകാം. ചെറുകിട വ്യാപാരം ലാഭമാക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. കുടുംബൈക്യം, ഉന്നത വിദ്യാഭ്യാസം എന്നിവയ്ക്കും ഫലമുണ്ട്. രോഗശമനം, ജോലിക്കയറ്റം, നൂതന സംരംഭങ്ങൾക്ക് തുടക്കമിടാൻ ഉചിതമായിട്ടുള്ള സമയം ഒക്കെയാണ്. സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കാൻ സാധിക്കുന്ന സമയമാണ്. ചെയ്തു തീർക്കാനുള്ള പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. സമ്പൽ സമൃദ്ധിയും പ്രതാപവും ഐശ്വര്യവും ഈ വർഷം അനുഭവത്തിൽ വരും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് രാശിക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.